നമ്മുടെ സശസ്ത്ര സീമാ ബാലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ GD കോൺസ്റ്റബിളിലേക്ക് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇതാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അപ്ലൈ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് 9/5/2026 ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് 7/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ജൂൺ മാസം 7-ാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കും. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ. ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ SSB കോൺസ്റ്റബിൾ GD 2025-26 സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ ഒരുപാടധികം സ്പോർട്സ് ഐറ്റംസ് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. മെന്ന് വുമൺ എല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന പറയുന്നുണ്ട്. ഞാൻ പതിയെ സ്ക്രോൾ ചെയ്യാം. നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്നിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതിൽ പറയുന്ന ഏതെങ്കിലും ഐറ്റത്തിന് പങ്കെടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ബാസ്കറ്റ് ബോൾ, വോളിബോൾ, അങ്ങനെ ഒരു ബാസ്കറ്റ് ബോൾ, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ, അങ്ങനെ നിരവധി പറയുന്നുണ്ട്. സൈക്ലിംഗ്, മെൻ ആൻഡ് വുമൺ വന്നിട്ടുണ്ട്, എക്വാസ്ട്രീൻ വന്നിട്ടുണ്ട്, ഫെൻസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. ഇതിൻ്റെ യോഗ്യതകളിലേക്ക് നമുക്ക് കിടക്കാം. സോ അപേക്ഷിക്കുന്നവർക്ക് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ 21,700 മുതൽ 69,100 വരെ ലഭിക്കുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട എലിജിബിലിറ്റി കണ്ടീഷൻ, കോൺസ്റ്റബിൾ GD അണ്ടർ സ്പോർട്സ് കോട്ടയിൽ 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഏജിൽ ഇളവുണ്ട് കേട്ടോ, അത് പറയാം. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രം മതി. പക്ഷേ അതിൻ്റെ കൂടെ മുകളിൽ കുറേ അധികം സ്പോർട്സ് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ടില്ലേ, സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നപ്പോൾ മുകളിൽ നമ്മൾ ഒരുപാട് സ്പോർട്സ് ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം. സ്പോർട്സ് മാൻ ഹു ഹാവ് പാർട്ടിസിപ്പൻ്റ് എ സ്റ്റേറ്റ് ഓർ ദി കൺട്രി ഇൻ ദി നാഷണൽ ഓർ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. മെഡൽ വിന്നർ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മെഡൽ വിന്നർ ഇൻ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലുണ്ടെങ്കിൽ, പിന്നെ സ്കൂൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, അതിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ഹു ഹാവ് റെപ്രസെൻറ്റഡ് ദയർ യൂണിവേഴ്സിറ്റി ഇൻ ദി ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ഹു ഹാവ് റെപ്രസെൻറ്റഡ് ദി സ്റ്റേറ്റ് സ്കൂൾ ടീം, അതങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മുകളിലുള്ള സ്പോർട്സ് ഐറ്റം ഉണ്ടെങ്കിൽ, 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 വർഷം മുന്നേ കഴിഞ്ഞിട്ടുള്ള 2 വർഷത്തിൻ്റെ മുൻപുള്ള സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ളൂ. അതിൽ ശേഷം 3 വർഷം പഴക്കമുള്ളതോ 4 വർഷം പഴക്കമുള്ളതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കൂടിപ്പോയാൽ 2 വർഷത്തിൻ്റെ ഉള്ളിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഇവിടെ വാലിഡ് ആയിട്ട് എടുക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 വർഷത്തിനുള്ളിൽ കിട്ടിയതായിരിക്കണം. സോ ഇവിടെ പ്രായത്തിൽ ഇളവ് നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനറൽ കാറ്റഗറിക്ക് 5 വർഷം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജനറലിന് തന്നെ ഏജ് കിട്ടുന്നുണ്ട്, റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. SC STക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ OBCക്ക് 8 വർഷത്തെ ഏജ് റിലാക്സേഷൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗോൾഡ് മെഡലിനുള്ള ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എത്ര മാർക്ക് വെച്ച് ലഭിക്കും എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പുരുഷന്മാർക്ക് വേണ്ട ഹൈറ്റ് കാര്യങ്ങൾ 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം, 157 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾക്ക് വേണം, 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 85 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.